Hello dear children, welcome to Kids Area Online. Kids Area Online-ൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്, വൈകുന്നേരങ്ങളിലാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. അതുപോലെ LKG UKG ക്ലാസ്സസ് സ്പെഷ്യൽ ക്ലാസ്സസ് ആയിട്ട് വരുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ബേസിക് ക്ലാസ് ആണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഒക്കെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്, വൈകുന്നേരങ്ങളിലാണ് ക്ലാസ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അതുപോലെ LKG UKG ക്ലാസ്സസ് ഉണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ഫീസ് നൽകി പഠിക്കാനുള്ള കോഴ്സുകളാണ്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. നാളെ കേരള പാഠാവലി എക്സാം ആണല്ലേ? പഠിച്ചായിരുന്നോ? പഠിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. റിവിഷൻ ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചർ പറഞ്ഞു തരാം. എക്സാമിന് ആദ്യത്തെ യൂണിറ്റ്, ഈ പ്രാവശ്യത്തെ എക്സാമിന് കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന്, നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന്. കുത്തുകൾ യോജിപ്പിക്കൂ. ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട്? താജ്മഹലാണ്. താജ്മഹലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, അതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ഇടുക്കിയുടെ താജ്മഹൽ, അത് നമുക്ക് നോക്കാം. വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജന്റെയും ഭാര്യയുടെയും വീട്. അവർക്ക് 2 മക്കൾ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും 5ൽ പഠിക്കുന്ന അമ്മുവും. ഒരു ദിവസം സന്ധ്യയ്ക്ക് പണി കഴിഞ്ഞു വന്ന രാജനോട് അഖിൽ ചോദിച്ചു, അച്ഛാ, ഈ താജ്മഹൽ എവിടെയാണ്? രാജൻ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അറിയാത്തത് അറിയില്ലെന്ന് തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ, പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം. സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആരോടൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു. ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ. ഓക്കെ, അപ്പോൾ രാജന് 2 മക്കളുണ്ട്. ആരൊക്കെയാണ്? അഖിലും അമ്മുവും. അഖിൽ ചോദിച്ചു, അച്ഛാ, ഈ താജ്മഹൽ എവിടെയാണ്? അപ്പോൾ അച്ഛൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കുട്ടികൾക്ക് എന്ത് ചെയ്യണം? അറിയാത്തത് അറിയില്ലെന്ന് തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത്. പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം എന്ന് അച്ഛൻ അഖിലിനോട് പറയുകയാണ്. എന്നാൽ സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. രാജൻ ആരോടേക്കോ ചോദിച്ചു, താജ്മഹൽ എവിടെയാണെന്ന് മനസ്സിലാക്കി. താജ്മഹൽ ആഗ്ര എന്ന സ്ഥലത്താണെന്നും മനസ്സിലാക്കി. അഖിൽ പറയാണ്, അച്ഛാ, എനിക്ക് താജ്മഹൽ കാണണം, ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ? അഖിൽ അച്ഛനോട് പറയാണ്, എനിക്ക് താജ്മഹൽ കാണണം, ഞങ്ങൾ ഒരു ദിവസം ഈ താജ്മഹൽ കാണിക്കാനായിട്ട് കൊണ്ടുപോകാമോ? രാജൻ വളരെ നേരം ആലോചിച്ചു. ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര. അവിടം വരെ പോകാൻ 1000കണക്കിന് രൂപ വേണം. ഹിന്ദി അറിയണം. തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം. വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി. ഇവിടെ ഗ്രാമത്തിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, വെള്ളത്തൂവൽ പോലൊരു ഗ്രാമം. വെള്ളത്തൂവൽ പോലൊരു ഗ്രാമം. അപ്പോൾ അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്കൊരിക്കലും താജ്മഹൽ പോകാൻ കഴിയുകയില്ല എന്ന് അയാൾക്ക് തോന്നി, രാജന് തോന്നി. ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ. ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ മനോഹരമായ ഒരു താഴ്വരയിലാണ് ആ പ്രദേശം. ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ. അപ്പോൾ രാജന്റെയും അഖിലിന്റെയും സ്ഥലം ഏതാണ്? വെള്ളത്തൂവൽ എന്നൊരു ഗ്രാമമാണ്. ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ ഒരു മനോഹരമായ താഴ്വരയിലാണ് ആ പ്രദേശം. അപ്പോൾ ആ പ്രദേശം എന്ന് പറയുന്നത്, ആ പ്രദേശത്തിൽ ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ മനോഹരമായ ഒരു താഴ്വര. താഴ്വര എന്ന് പറയുമ്പോൾ
ആ മലയുടെ ഇറക്കത്തിൽ പച്ചമലകൾ തലം പൊക്കി നിൽക്കുന്നു. അതിൻ്റെ താഴ്വരയിലാണ് ഈ വെള്ളത്തൂവൽ എന്ന പ്രദേശം. റബ്ബറും തെങ്ങും കമുകും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി. അവിടുത്തെ പ്രധാന കൃഷിയാണ് റബ്ബർ, തെങ്ങ്, കമുക്, നെല്ല്. അപ്പോൾ വെള്ളത്തൂവൽ എന്ന ഗ്രാമത്തെ വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് വെള്ളത്തൂവൽ എന്ന ഗ്രാമം? ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ. ചുറ്റും ഈ വെള്ളത്തൂവലിന് ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ മനോഹരമായ ഒരു താഴ്വരയിലാണ് വെള്ളത്തൂവൽ എന്ന പ്രദേശം. അവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് റബ്ബർ, തെങ്ങ്, കമുക്, നെല്ല്. ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പുവും നട്ടുണ്ടാക്കി. അവിടെ റബ്ബറും തെങ്ങും കമുകും നെല്ലുമാണ് പ്രധാന കൃഷി. എന്നാൽ വെള്ളത്തൂവൽ എന്ന പ്രദേശത്ത് ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പുവും നട്ടുണ്ടാക്കി. അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ. അപ്പോൾ ചിലരൊക്കെ അവിടെ ഏലം, കുരുമുളക്, ഗ്രാമ്പു ഇങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കി. ആ കൃഷി സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ജോലി ചെയ്ത് കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ഒരു സാധാരണക്കാരനാണ് രാജൻ. അച്ഛനിൽ നിന്ന് മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു, അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ? അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു, നന്നായി പഠിച്ച വേനൽപ്പൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും. അപ്പോൾ അഖിലിനെ സമാധാനിപ്പിക്കാനാണ് പറയുന്നത്. ഞങ്ങൾ താജ്മഹൽ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണാൻ പോകാം എന്ന് രാജൻ ആർക്ക് വാക്ക് കൊടുക്കുകയാണ്? അഖിലിന് വാക്ക് കൊടുക്കുകയാണ്. അമ്മ കൂടി ഉറപ്പ് പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷമുണ്ടാകുക. അമ്മ കൂടി ഉറപ്പ് പറയണം. അഖിൽ അമ്മയോട് ചോദിച്ചു. ഇപ്പോൾ താജ്മഹലിന്റെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്, രാജന്റെ വീട് കാണുന്നുണ്ട്, ഇപ്പോൾ രാജന്റെ മക്കളെ കാണുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ? അവർക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല. എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും, സ്കൂൾ അടയ്ക്കട്ടെ. അഖിലിന് സന്തോഷമായി. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ അഖിൽ ഉറപ്പിച്ചു, ഉറപ്പായിട്ടും അച്ഛൻ കൊണ്ടുപോകും. അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി. കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം താജ്മഹലിന്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു. ഷാജഹാന്റെയും ഭാര്യ മുംതാസ് മഹലിന്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവന്ന അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം താജ്മഹലിന്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു. താജ്മഹൽ പണിത ഷാജഹാന്റെയും ഭാര്യ മുംതാസ് മഹലിന്റെയും കഥകൾ ശേഖരിച്ചു. അതൊക്കെ വീട്ടിൽ വന്ന് അമ്മയോടും അനിയത്തിയോടും വർണ്ണിച്ച് പറയുകയും ചെയ്തു. വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാനും അഖിൽ മറന്നില്ല. അപ്പോൾ വേനൽ അവധിക്ക് വിനോദയാത്ര താജ്മഹലിലേക്ക് പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോടും അഖിൽ പറഞ്ഞു. ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകൂല്ലോ. കൂട്ടുകാരിൽ ചിലരത് വിശ്വസിച്ചു, കുറെ പേർ അവിശ്വസിക്കുകയും ചെയ്തു. കുറെ പേർ അഖിൽ പറഞ്ഞത് വിശ്വസിച്ചു, കുറെ പേർ അത് വിശ്വസിച്ചില്ല. ദിവസങ്ങൾ ഓടിപ്പോയി. അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു. പിറ്റേ ദിവസം രാവിലെ അഖിൽ അച്ഛനോട് ചോദിച്ചു, എപ്പോഴാ അച്ഛാ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത്? രാജൻ ഞെട്ടിപ്പോയി. ഇത്രയും കാലം കൊണ്ട് അവൻ ആ കാര്യം മറന്നിട്ടുണ്ടാവുമെന്നാണ് സാധുവായ ഏതൊരു പിതാവിനെയും പോലെ രാജനും വിചാരിച്ചിരുന്നത്. വാസ്തവത്തിൽ മക്കളോട് വാക്ക് പറഞ്ഞത് രാജൻ ഇടയ്ക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു കൂലി വേലക്കാരന്റെ സ്വപ്നത്തിന് പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര. ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. മോനെ, അവിടം വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം. ഇക്കൊല്ലം നമുക്ക് അതിന് കഴിയുമോ എന്നറിയില്ല. അടുത്ത വർഷം എന്തായാലും. അഖിൽ മറുത്തൊന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ കയ്യിൽ കാശില്ല. കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു. ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും. അപ്പോൾ വലിയ കഷ്ടമാവും. അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട്. അഖിലും അമ്മവും അതെല്ലാം കേൾക്കുന്നതാണ്. ചിലപ്പോൾ നാട്ടിൽ പണികൾ കിട്ടാതെയാവും. പണികൾ കിട്ടാതെയായാൽ പൈസ കിട്ടില്ല. അപ്പോൾ അത് വലിയ കഷ്ടത്തിലാണ്. ആ സമയം വലിയ കഷ്ടതയാണ് വീട്ടിൽ. അത് അച്ഛനും അമ്മയും സങ്കടത്തോടെ പറയുന്നത് അഖിലും അമ്മവും കേൾക്കാറുണ്ട്. യാത്ര അടുത്ത കൊല്ലമാവാം അവർ കരുതി. അഖിലും അമ്മവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു. ഇരുവരും ചേർന്ന് മനോഹരമായ ഒരു ആൽബം ഉണ്ടാക്കി. രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി. താജ്മഹൽ കാണാൻ അവർക്കും വലിയ മോഹം തോന്നി തുടങ്ങിയിരുന്നു.
ഒടുക്കം രാജൻ കുട്ടികളോട് പറഞ്ഞു, അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. അതിനാൽ അഖിലും അമ്മുവും വാശി പിടിച്ച് കരഞ്ഞില്ല. എങ്കിലും രണ്ടുപേർക്കും ഉള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു. മക്കളുടെ വേദന രാജന് മനസ്സിലായി. മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു, അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു. നമ്മുടെ ജില്ലയിൽ താജ്മഹലോ? അവർ അത്ഭുതപ്പെട്ടു. രാജന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. പിറ്റേന്ന് അവർ പുറപ്പെട്ടു. വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി. 2-3 ബസ്സുകൾ മാറിക്കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി. കുട്ടികൾ ചുറ്റിനും നോക്കി. കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല. അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു. രാജൻ അവരുടെ കൈ പിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി. നോക്കൂ, ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ. കുട്ടികൾ വിസ്മയിച്ചു പോയി. അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ രാജൻ ഇവിടെ താജ്മഹൽ എന്ന് പറഞ്ഞ് കാണിച്ചത് എന്തായിരുന്നു? ഇടുക്കി അണക്കെട്ട്. ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുകയാണ്. അതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ എന്ന് രാജൻ കുട്ടികളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഒരു യാത്രാ വിവരണം പോലെ കണ്ടോ നിങ്ങൾ? അവർ പുറപ്പെട്ടു. വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി. 2-3 ബസ്സുകൾ മാറി കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി. അവിടെ കുറച്ച് കടകളും ആളുകളും ഉള്ള ഒരു ചെറിയ കവല. അച്ഛൻ നമുക്ക് കാണിച്ചു തന്നു നമ്മുടെ ജില്ലയിലെ താജ്മഹൽ. ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുകയായിരുന്നു. അതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? യാത്രാ വിവരണം എഴുതാനായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അതായത് ഇതുപോലെ നമുക്ക് യാത്രാ വിവരണം എഴുതണം. അതൊക്കെ ടീച്ചർ പറഞ്ഞു തരാം. ഇപ്പോൾ ഇടുക്കി അണക്കെട്ട്. ഇടുക്കി അണക്കെട്ടാണ് ഈ കാണുന്നത്. അമ്മേ, ഇത് ഇടുക്കി അണക്കെട്ടല്ലേ? അമ്മ പുഞ്ചിരി തൂക്കി. അഖിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു. രാജൻ അവനെ പിടിച്ചു നിർത്തി. അപ്പോൾ ഇത് ഇടുക്കി അണക്കെട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഏട്ടാ അഖിൽ അങ്ങോട്ടേക്ക് ഓടാൻ പോവുകയാണ്. അപ്പോൾ രാജൻ എന്ത് ചെയ്തു? ഓടാനാഞ്ഞപ്പോൾ പിടിച്ചു നിർത്തി. അവർ നടന്ന് അണക്കെട്ടിന് മുകൾ ഭാഗത്തെത്തി. പാറ വെട്ടി ഉണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത്. അപ്പോൾ അണക്കെട്ടിന് മുകളിലേക്ക് പോയത് പാറ വെട്ടി ഉണ്ടാക്കിയ പാതയിലൂടെ നടന്ന് അവർ എവിടെ എത്തി? അണക്കെട്ടിന് മുകളിലേക്ക് എത്തി. പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം. അതായത് നല്ല തെളിഞ്ഞ ചില്ല് പോലെ നല്ല തെളിഞ്ഞ തണുപ്പുള്ള വെള്ളം പാറയിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. 2 കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി. അപ്പോൾ നോക്കിയേ, ഇവിടെ 2 കരിമ്പാറ, അത് 2 മലകൾക്കിടയിൽ തടഞ്ഞു നിർത്തിയാണ്, ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു ഭിത്തി. ഈ മതിൽ പോലെ കാണുന്നതിനാണ് പറയുന്നത്. 2 കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി. ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിമ നിവാസികളായ കുറുത്തിയും കുറുവനുമാണത്രേ. ഈ 2 മലകളെയും എന്തെന്നാ പറയുന്നേ? ശാപം മൂലം മലകളായി മാറിയ കുറുവനും കുറുത്തിയും. ഒരു മല കുറുവൻ, അടുത്ത മല കുറുത്തി. അപ്പൊ കുറുവനും കുറുത്തിക്കും ഇടയിൽ ഭിത്തി പോലെ കാണുന്നതാണ് എന്താ? ഇടുക്കി അണക്കെട്ട് എന്നാണ് പറയുന്നത്. അഖിൽ ഒന്ന് കൂക്കി വിളിച്ചു. അപ്പോൾ അകലെ നിന്ന് മറുകൂക്കു കേട്ടു. കുറുവനും കുർത്തിയുമായിരിക്കാം മറുകൂക്കിയിട്ടത്. അഖിലിന് അതോർത്തപ്പോൾ ചിരി വന്നു. അമ്മുവും ഒരു കുഞ്ഞു കൂവൽ കൂവി. അപ്പോൾ അഖിൽ അവിടെ നിന്ന് ഒരു കൂക്കി വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അകലെ നിന്ന് മറുകൂക്ക്, തിരിച്ച് മറുകൂക്ക് കേട്ടു. അപ്പൊ കുറുവനും കുർത്തിയായിരിക്കും മറുകൂക്കിയിട്ടത് എന്നോർത്ത് എന്ത് ചെയ്തു? അഖിലിന് ചിരി വന്നു. അമ്മുവും ഒരു ചെറിയ കുഞ്ഞു കൂവൽ കൂവി. അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് നീലജലം. അകലെ മാനത്തെ നോക്കിക്കിടക്കുന്ന പച്ചമലകൾ. മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിന്റെ ചായം പൂശിയ ഭിത്തി. അതിനൊരു റോഡിനേക്കാൾ വീതിയുണ്ട്. നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു. റാ പോലെ കിടന്ന അണക്കെട്ടിന്റെ ഭിത്തിക്ക് അപ്പോൾ നടന്നിട്ടും തീരാത്ത നീളത്തിലാണ് റാ പോലെ കിടക്കുന്ന അണക്കെട്ടിന്റെ ഭിത്തി. അഖിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി.
ഏറെ നേരത്തിന് ശേഷം ബസ് ഇറങ്ങിയ സ്ഥലത്തിനടുത്ത് അവർ തിരിച്ചെത്തി. കണ്ടു കഴിഞ്ഞില്ല, ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത്. വരൂ. കുട്ടികൾ രാജന്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത്. അത് കുറുവൻ മലയുടെയും കുറത്തിമലയുടെയും ഇടയ്ക്കുള്ള അണക്കെട്ടിന്റെ ചുവട് ഭാഗമായിരുന്നു. ആദ്യം അവർ ഇവിടെ പോയി, അണക്കെട്ടിന് മുകളിൽ പോയി കുറുവൻമലയും കുറത്തിമലയും കണ്ടു. അതിനിടയ്ക്കുള്ള ഭിത്തി കണ്ടു, അതിനപ്പുറത്തുള്ള നീലജലം കണ്ടു, അകലെ ആകാശവും പച്ച മലകളും ഇതൊക്കെ കണ്ടു. ഇനി നേരെ ബസ് ഇറങ്ങിയ സ്ഥലത്തേക്ക് പോയിട്ട് ഈ അണക്കെട്ടിന്റെ ചുവട് ഭാഗത്ത് വന്നു. രാജൻ ഭാര്യയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു. അടുത്തെത്തും തോറും അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും വലുതായി വലുതായി വരുന്നതായി അഖിലിനും അമ്മുവിനും തോന്നി. അച്ഛാ, അങ്ങോട്ടിന് പോകണോ? അമ്മു സംശയം പ്രകടിപ്പിച്ചു. രാജൻ അമ്മുവിന്റെ കൈ പിടിച്ചു. അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു. അഖിലിനും പേടിയുണ്ടായിരുന്നില്ല, മറിച്ച് വല്ലാത്ത ആവേശമുണ്ടായിരുന്നു താനും. അണക്കെട്ട് കെട്ടിപ്പൊക്കിയിരുന്ന മലകൾക്കിടയിലെ താഴ്വാരത്തിലേക്ക് അവരെത്തി. അപ്പോൾ ആ ഭിത്തിയുടെ താഴെ അണക്കെട്ട് കെട്ടിപ്പൊക്കിയിരുന്ന മലകൾക്കിടയിലെ താഴ്വാരം അവിടെ എത്തി. ഒരു വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു അവിടെ. കുറുവൻ മലയും കുറത്തിമലയും കാത്തുവെക്കുന്ന അണക്കെട്ടിന്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴാണ്. അപ്പോൾ അവിടെ എന്താണ്, നല്ല കുളിർമ, നല്ല തണുപ്പായിരുന്നു. നല്ല വെള്ളമുള്ളതും അതുകൊണ്ട് എന്താണ്, നല്ല തണുപ്പുള്ള സ്ഥലമായിരുന്നു. കണ്ടോ, ഇതാണ് രണ്ട് കുറുവൻമലയും കുറത്തിമലയും. ഇത് ഭിത്തിയാണ്. ഇപ്പോൾ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം. ഇവിടെ വീടുകളുണ്ട്. എന്തൊരു ഉയരം! എത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ. ശരിക്കും അത്ഭുതം തന്നെ. വി ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ഏറ്റവും ചുവട്ടിലായി സിമന്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരുന്നു. അപ്പൊ വി ആകൃതിയിൽ കണ്ടോ, ഇതാണ് വി ആകൃതിയിൽ മുകളിലേക്ക് വരുന്ന അണക്കെട്ടിന്റെ താഴെ എന്താ, സിമന്റ് ബെഞ്ചുകൾ കണ്ടോ, സിമന്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരുന്നു. ചെറിയൊരു ജലാശയം അവരവിടെ കണ്ടു. അവർ ചെന്ന് അണക്കെട്ടിന്റെ ഭിത്തിയിൽ തൊട്ടു. അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീതിയും മാഞ്ഞുപോയി. അപ്പൊ അതോടെ എന്ത് ചെയ്തു, ആ പേടിയും മാഞ്ഞുപോയി. അണക്കെട്ട് അവർ നാലുപേരെയും ചേർത്ത് പിടിക്കുന്നത് പോലെ രാജനും മക്കൾക്കും തോന്നി. ഇനി മുകളിലേക്ക് നോക്കൂ. അണക്കെട്ടിന്റെ ഭിത്തിയിൽ പുറം ചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായി പറഞ്ഞു. ഇയാൾ ആദ്യം മുകളിലേക്ക് തലപൊക്കി നോക്കി, പിന്നെ മറ്റുള്ളവരും. 4 തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദമുയർന്നു. നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ 4 തലയ്ക്ക് മീതെ മറപിടിച്ചിരിക്കുകയായിരുന്നു. ഇരുവശത്തേക്കും താഴെ നിന്ന് മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അവർ അണക്കെട്ട് പണിതുയർത്തിയിരിക്കുന്നത്. അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം. അഖിലും അമ്മുവും കണ്ണുകൾ അടച്ചു. അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി. അമ്മയെപ്പോലെ കാതുകളിൽ പ്രപഞ്ചത്തിന്റെ ഇരമ്പം അവരറിഞ്ഞു. അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി. അണക്കെട്ടമ്മേ, അഖിലാണ് ആദ്യം അങ്ങനെ വിളിച്ചത്. അപ്പോൾ താജ്മഹലിനെ അഖിൽ എന്താ വിളിച്ചേ? അണക്കെട്ടമ്മേ. പിന്നെ ഏട്ടനെ അനുകരിച്ചുകൊണ്ട് അമ്മു. ഇതാണ് നമ്മുടെ നാട്ടിലെ. രാജൻ പറയാൻ തുടങ്ങി. താജ്മഹൽ. കുട്ടികൾ പൂരിപ്പിച്ചു. രാജനും ഭാര്യയും ചിരിച്ചു. അപ്പൊ ഇതാരാണ് എഴുതിയത്? സുസ്മേഷ് ചന്ദ്രോത്ത്. സുസ്മേഷ് ചന്ദ്രോത്ത് എഴുതിയ ഒരു കഥയാണ് നമ്മൾ കേട്ടത്. എങ്ങനെയുണ്ട് ഇടുക്കിയുടെ താജ്മഹൽ? ഇടുക്കിയുടെ താജ്മഹൽ എന്തായിരുന്നു? അണക്കെട്ടായിരുന്നു. ഇടുക്കി അണക്കെട്ടായിരുന്നു ഇടുക്കിയുടെ താജ്മഹൽ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ.